കാര്യവട്ടം ക്യാമ്പസിൽ കാറൽ മാർക്സിന്റെ പ്രതിമ വെക്കില്ല. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പസ് സൗന്ദര്യവൽക്കരണം എന്ന പേരിലാണ് 3 കോടി രൂപ ചെലവിൽ സ്കൾപ്ചർ ഗാർഡൻ നിർമ്മിക്കാനുള്ള ബജറ്റ് നിർദ്ദേശം സിൻഡിക്കേറ്റിൽ ഉണ്ടായത്. അതാണ് ഇപ്പോഴത്തെ സിൻഡിക്കേറ്റ് തിരുത്തിയത്. പ്രതിമകൾ ഒഴിവാക്കി ഗാർഡൻ നിർമ്മാണം നടത്തും. വിവരങ്ങളുമായി ശാലിനിയാണ് ചേരുന്നത്. ശാലിനി, ഈ 3 കോടി രൂപയൊക്കെ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ, കാറൽ മാർക്സിന്റെയൊക്കെ പേരിൽ അവിടെ പ്രതിമ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ സിൻഡിക്കേറ്റ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ആ സർവകലാശാലയുടെ ബജറ്റിലും ഈ 3 കോടി രൂപ മാറ്റിവെക്കുന്ന സമീപനമുണ്ടായി. അത് പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ. നീലിമ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം വന്നത്. ഭൂരിപക്ഷ ഇടത് അനുകൂലികൾ ഉള്ള സിൻഡിക്കേറ്റ് യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. കാറൽ മാർക്സ് ഉൾപ്പെടെ 10 പ്രമുഖരുടെ പ്രതിമകൾ കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കണം. അത് ഗാർഡൻ നവീകരണത്തോടൊപ്പം തന്നെ നടത്തണം എന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം. സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം ബജറ്റിലും കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ആ തീരുമാനമാണ് UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ തിരുത്തൽ നടത്തിയിട്ടുള്ളത്. ആ തീരുമാനം വേണ്ട, അല്ലെങ്കിൽ പ്രതിമകൾ സ്ഥാപിക്കേണ്ട എന്നുള്ളതാണ് ഇന്നത്തെ സിൻഡിക്കേറ്റിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. കാറൽ മാർക്സ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതിമകൾക്ക് പകരം അവിടെ നവീകരണം മാത്രം നടത്തിയാൽ മതി. ഗാർഡൻ സൗന്ദര്യവൽക്കരണം നടത്തുക, ഒപ്പം തന്നെ കോളേജുകളിലേക്കും ക്യാമ്പസുകളിലേക്കും എത്തുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം അവിടെ ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായ രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു കാറൽ മാർക്സിന്റെ പ്രതിമ അവിടെ നിർമ്മിക്കാനായിട്ടുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുക്കുകയും അത് സിൻഡിക്കേറ്റിലൂടെയും ബജറ്റിലൂടെയും ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. എന്തായാലും UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സിൻഡിക്കേറ്റ് പൂർണ്ണമായും പൊളിച്ചിരുന്നു. UDF അംഗങ്ങൾ അവിടേക്ക് എത്തുന്നു. ഇവരാണ് ഇപ്പോൾ ആ തീരുമാനം വേണ്ട, പകരം പുതിയ തീരുമാനം എടുത്താൽ മതി എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തുന്നത്. എന്തായാലും കാറൽ മാർക്സ് അടക്കമുള്ളവരുടെ പ്രതിമ എന്തായാലും അവിടെ ഉണ്ടാകില്ല. രാഷ്ട്രീയം കോളേജിനുള്ളിലും ക്യാമ്പസിനുള്ളിലും കലർത്താനുള്ള മുൻ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനമാണ് ഇപ്പോൾ തിരുത്തപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനം വേണ്ട എന്ന് ഔദ്യോഗികമായി ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുക്കുകയായിരുന്നു. 3 കോടി രൂപ ചെലവിലായിരുന്നു ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനിരുന്നത്. ആ തുക അടക്കം വിനിയോഗിച്ചുകൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ മാത്രം മതി എന്ന രീതിയിലേക്ക് ഇപ്പോൾ ഒടുവിൽ പുതിയ സിൻഡിക്കേറ്റ് എത്തുകയായിരുന്നു. നീലിമ. ശരി ശാലിനി.